പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാഗ്നറ്റിസത്തിന്റെ അവസാനത്തെ വീഡിയോയിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് മാഗ്നറ്റിസത്തിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മാഗ്നറ്റിസം ഉണ്ടാകുന്നു അതിന്റെ ഒരു തിയറി, ഇലക്ട്രോൺ തിയറി ഓഫ് മാഗ്നറ്റിസത്തിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. പ്രധാനമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ വിഭജനമാണ്. ഒന്ന് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, മറ്റൊന്ന് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, മറ്റൊന്ന് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത്, ഇവിടെ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു ടൈം കൂടെ, ക്യൂറി ടെമ്പറേച്ചർ. ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണെന്ന് കരുതുക. ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതൊരു പെർമനന്റ് മാഗ്നറ്റ് അല്ലാതെയായി മാറും. ആ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഈ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്ന മെറ്റീരിയലിന് അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട മെറ്റീരിയൽസിന് മാഗ്നറ്റിസം ഉണ്ടാവണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീൽഡ് വേണ്ടിവരും. ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് നമ്മൾ ഫ്രീ ആയിട്ട് തൂക്കിയിടുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ് തൂക്കിയിടുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ മാഗ്നറ്റ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അത് ഉറപ്പായിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ വസ്തുക്കൾ ഓറിയന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ചെയ്യുന്നത് അതിന്റെ ഓർബിറ്റിംഗ് ഇലക്ട്രോൺസിനെ കുറച്ചൊന്ന് അൺബാലൻസ് ചെയ്യുകയും, അപ്പോൾ അത് ഒരു വളരെ ചെറിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡൈപോൾസ് എന്ന് പറയുന്നത് എപ്പോഴും അപ്ലൈഡ് ഫീൽഡിനെ എതിർക്കുന്നത് ആയിരിക്കും. അപ്പോൾ ദിസ് ആക്ഷൻ പ്രൊഡ്യൂസ് നെഗറ്റീവ് മാഗ്നറ്റിക് എഫക്ട് നോൺ ആസ് ദ ഡയാമാഗ്നറ്റിസം. അപ്പോൾ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് സ്മോൾ ആൻഡ് ദ മാഗ്നറ്റൈസേഷൻ എം ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫീൽഡ്. അപ്ലൈഡ് ഫീൽഡ് ഹെച്ചിന് എതിരായിട്ടായിരിക്കും എപ്പോഴും മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നത്, മാഗ്നറ്റിക് സ്റ്റേഷൻ നടക്കുന്നത്. അതായത് വസ്തുവിന്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന്റെ മാഗ്നറ്റൈസേഷന് വിപരീത ദിശയിൽ ആയിരിക്കും. The relative permeability is very less than unity. Susceptibility is negative, is order of minus 10 raised to minus 5. Susceptibility also very low and it is also negative. കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കോപ്പർ, സിൽവർ, സിലിക്ക, ഗോൾഡ്, അലുമിനിയം, ഇതൊക്കെ തന്നെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിസം കാണിക്കാത്ത വസ്തുക്കളാണ്, അല്ലെങ്കിൽ അതിനകത്ത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പൊതുവായിട്ട് പറയുക. നെക്സ്റ്റ് ആണ് ഈസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇത് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ്. എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലൈനപ്പ് വിത്ത് ഇന്റേണൽ ആയിട്ടുള്ള ഡൈപോൾസ് അതിനെ അതേ ഡയറക്ഷനിൽ തന്നെ ഓറിയന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അത് കാരണം ചെറിയൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, മാഗ്നറ്റിക് എഫക്റ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാകുന്നത്. ഓക്കെ, materials which exhibits a small positive magnetic susceptibility in the presence of the magnetic field are called paramagnetic, and the effect is termed as paramagnetism. അപ്പോൾ വളരെ ചെറിയൊരു മാഗ്നറ്റിസം, അതായത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഓറിയന്റ് ചെയ്യുക. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടാവുകയാണ് എങ്കിൽ ഇതൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും, പക്ഷെ അതിന്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. In the absence of external field, the orientation of the atomic magnetic moment are random, leading to no net magnetization. എപ്പോഴാണ് നമ്മൾ ഫീൽഡ് മാറ്റുക, അപ്പോഴത്തേക്ക് ഇതൊരു മാഗ്നറ്റ് അല്ലാതായി മാറുകയും ചെയ്യും. When an external field is applied, dipoles line up with the field, resulting in positive magnetism, but the amount is very small.
അപ്പോൾ ഇവിടെ ഡൈപോളുകൾ ഇന്ററാക്ട് ചെയ്യാത്തത് കാരണം ഇങ്ങനെയുള്ള മാഗ്നറ്റിസം ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വലുത് ആയിരിക്കും. In addition, the effect is lost as soon as the magnetic field is removed. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോൾ മാറ്റുന്നു അപ്പോഴത്തേക്ക് ഇത് മാറും. തെർമൽ അജിറ്റേഷൻ direction of magnetic dipoles affect ചെയ്യും. An increase in the temperature decreases the paramagnetic effect. അപ്പോൾ ആ വസ്തുവിന്റെ ഇപ്പോൾ ഏതൊരു ക്രിട്ടിക്കൽ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീൽഡിലാണ് അത് മാഗ്നറ്റിസം കാണിക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ആ മാഗ്നറ്റിസം ആ ഒരു സിറ്റുവേഷനിൽ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡൈപോൾ മൊമെന്റിന് അല്ലെങ്കിൽ ഡൈപോൾസിന്റെ ഓറിയന്റേഷനെ അത് അഫക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പാരാമാഗ്നറ്റിസം ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ മെനി മെറ്റീരിയൽസ് ലൈക്ക് അലുമിനിയം, കാൽഷ്യം, ടൈറ്റാനിയം, അലോയ്സ് ഓഫ് കോപ്പർ എക്സെട്ര. ഒത്തിരി മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഉണ്ട്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദീസ് മെറ്റീരിയൽസ് ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ്, lies in the range of 10 raised to minus 5, but it is positive to 10 raised to minus 2 values. Ferromagnetic substances. Both dia and paramagnetic substances are actually considered as a non-magnetic because it shows magnetism only in the presence of the external field. ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ് ഷോസ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഓർ പെർമനന്റ് മാഗ്നറ്റ്സ്. ഇറ്റ് വിൽ ആക്ട് ആസ് എ പെർമനന്റ് മാഗ്നറ്റ്സ്. ദാറ്റ് മീൻസ് അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൂക്കിയിടുകയാണ് എങ്കിൽ നമ്മുടെ ഒരു എർത്തിൽ ഫ്രീ ആയിട്ട് തൂക്കിയിടുകയാണെങ്കിൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിന് ഉള്ള കാരണം എന്ന് പറയുന്നത് പെർമനന്റ് അൺപെയർഡ് ഡൈപോൾസ് അവിടെ ഉണ്ടാവും, ഇതിനകത്തുണ്ടാവും. അത് എല്ലാം കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഒരു നെറ്റായിട്ടുള്ള എഫക്റ്റ് തരുന്നത് കൊണ്ടായിരിക്കും ഇത് തരുന്നത്. അപ്പോൾ അതായത് ഇതിനകത്തുള്ള ഡൈപോളിന് പ്രത്യേക ലൈനിൽ, ഒരേ ലൈനിൽ തന്നെ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. എക്സാമ്പിൾസ് ഫെറസ്, കോപ്പർ, നിക്കൽ തുടങ്ങിയ വസ്തുക്കളാണ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി ക്യൂറി പോയിന്റിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, ക്യൂറി ടെമ്പറേച്ചറിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അതിന്റെ പെർമനന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടമാവുകയും അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നു. സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ഹൈ വാല്യൂസ് ആയിരിക്കും. ആന്റിഫെറോമാഗ്നറ്റിസം. അപ്പോൾ ആന്റിഫെറോമാഗ്നറ്റിസം എന്ന് പറയുന്നത് വളരെ പീരിയോഡിക് ടേബിളിൽ വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ ഇത് കാണിക്കും. ആന്റിഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ വെരി സിമിലർ ടു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ബട്ട് the exchange of interaction between neighboring atoms leads to anti-parallel alignment of the atomic magnetic moment. Therefore, the magnetic field cancels out. The material appears to be in the same way as of the paramagnetic materials. അപ്പോൾ ഇത് ഇലക്ട്രോൺ തിയറി വെച്ചിട്ടായിരിക്കും ഇത് കുറച്ചുകൂടെ മനസ്സിലാകുക. ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇലക്ട്രോണിനും സ്പിൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ 2 ഇലക്ട്രോണുകൾക്ക് സ്പിന്നുകൾ ആന്റി പാരലൽ ആയിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവയുടെ അലൈൻമെന്റ് ആന്റി പാരലലായിട്ട് വരികയാണെങ്കിൽ അത് തമ്മിലുണ്ടാകുന്ന അലൈൻമെന്റ് കാരണം അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യുകയും ആ ക്യാൻസൽ ചെയ്യുന്നത് കാരണം അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ആന്റി പാരലൽ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയലുകൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലുകളെ പോലെ തന്നെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ക്യൂറി ടെമ്പറേച്ചറിന്റെ മുകളിലെത്തുമ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇലക്ട്രോൺ തിയറി ഓഫ് മാഗ്നറ്റിസം. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ മോഡല്, ആറ്റം മോഡൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ in their own axis and they travel around the
ന്യൂക്ലിയസ്. ഇലക്ട്രോണിന് രണ്ട് തരത്തിലുള്ള മോഷനാണ് നമുക്കുള്ളത്. ഒന്ന് അതിൻ്റെ ആക്സിസിൽ നിന്നുള്ള സ്പിൻ മോഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് ആറ്റത്തില് ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇലക്ട്രോൺ ഒരു ആറ്റത്തിന് ചുറ്റും ചുറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റുന്ന സമയത്ത്, അതിന്റെ പാത്തിൽ കൂടെ ചുറ്റുന്ന സമയത്ത്, ഇറ്റ് വിൽ ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ് ബിക്കോസ് ഓഫ് ദ സ്പിൻ. അതൊരു ഇലക്ട്രോൺ എന്ന് പറയുന്ന ചാർജ് കാരിയേഴ്സ് ആണ്. അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്ന കറണ്ടിന് തുല്യമാണ്. ഈ കറണ്ട് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ഇലക്ട്രോണുകൾ എടുക്കുകയാണെന്ന് വെച്ചോ, ഈ രണ്ട് സ്പിന്നുകളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലാവുകയും അത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അത് തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സ്പിന്നുകൾ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിസം പരസ്പരം ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മെറ്റീരിയലുകളെ തിരിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ തിയറി വെച്ച് മാഗ്നറ്റിസം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു നാച്ചുറൽ മാഗ്നറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അയൺ നാച്ചുറൽ മാഗ്നറ്റ് ആണ്, കൊബാൾട്ട് നിക്കൽ നാച്ചുറൽ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ആറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പിന്നിങ് നാച്ചർ ആയിരിക്കും നമുക്കിവിടെ കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതാണ്. ഇലക്ട്രോണുകൾക്ക് ഒരു സ്പിന്നുണ്ട്. അത് നമുക്കറിയാം, പെയറുകളായിട്ടാണ് ഇലക്ട്രോണുകളുടെ ഇത് നമ്മൾ കാണുന്നത്. ഒരെണ്ണത്തിന് ക്ലോക്ക് വൈസ് സ്പിന്നും മറ്റേതിന് ആന്റി ക്ലോക്ക് വൈസുമാണ് എങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നതിനുള്ള സാധ്യത ഉണ്ടാവും. അല്ല എങ്കിൽ അത് ആഡ് ചെയ്യുന്നതിനുള്ള സാധ്യത. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മാഗ്നറ്റിക് വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഇലക്ട്രോൺ തിയറിയെ കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ കാണുക. ബാക്കിയുള്ള സംശയങ്ങൾ നമുക്ക് ഓൺലൈനിൽ വരുമ്പോൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. നന്ദി.